ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. യുഎസ് സുപ്രീം കോടതിയുടെ താരിഫ് സംബന്ധിച്ച തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ മാറ്റമില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുടെ മേലുള്ള താരിഫ് തൽക്കാലം 10% കുറയുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. വ്യാപാര കരാറിൽ ധാരണയായതോടെ ഇന്ത്യയ്ക്കുള്ള 25% തീരുവ 18 കുറയ്ക്കാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡെസിൽവയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാവിലെ പ്രസിഡന്റ് ലുല ഡിസിൽവയ്ക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. ബഹുമുഖ വേദികളിലെ സഹകരണം, ബഹുസ്വരത, ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഉഭയകക്ഷി താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. ഉത്തർപ്രദേശിലെ യമുന എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ HCL ഫോക്സ്കോൺ സംയുക്ത സംരംഭ പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി പങ്കെടുക്കും. ആഭ്യന്തര ഉൽപാദന ശേഷി ശക്തിപ്പെടുത്തുന്നതിനും കരുത്തുറ്റ ആഗോള വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് പദ്ധതി. തീരദേശ സുരക്ഷാ അവബോധം, ദേശീയ ഐക്യം, സമൂഹ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം തീരദേശ സൈക്ലത്തോൺ നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ പരിപാടിയിൽ മുഖ്യാതിഥിയാകും. 25 ദിവസം കൊണ്ട് 6553 കിലോമീറ്റർ ദൈർഘ്യമാണ് സൈക്ലിസ്റ്റുകൾ സഞ്ചരിച്ചത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. 2,69,53,644 വോട്ടർമാരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. തിരുവനന്തപുരം നഗരസഭാ വികസന സെമിനാർ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മേയർ VV രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനായി. മന്ത്രിമാരായ MB രാജേഷ്, V ശിവൻകുട്ടി തുടങ്ങിയവർ പങ്കെടുക്കും. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലിന്മേൽ ചർച്ച നടക്കും. ഫെബ്രുവരി 27 വരെ ചേരുന്ന സഭ പിന്നീട് മാർച്ച് 4 വീണ്ടും സമ്മേളിക്കും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണവും നടപടിയും ആരംഭിച്ചു. കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടക്കുകയാണ്. 2021 മെയ് 10 പുന്നപ്ര സ്വദേശി ഉഷയുടെ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഗൈനക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ J ഷാഹിദ, നഴ്സ് ധന്യ എന്നിവരെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവം അന്വേഷിക്കാൻ വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ തുടർച്ചയായി ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നുവെന്നാരോപിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. വീടിന് മുന്നിൽ റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധം. അതേസമയം വണ്ടാനത്തെ ചികിത്സാ വീഴ്ചയിൽ സർക്കാർ മണിക്കൂറുകൾക്കകം നടപടി സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യാതൊരു വിധത്തിലുള്ള ചികിത്സാ പിഴവുകളും സർക്കാർ അംഗീകരിക്കില്ലെന്നും കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ സമരം ചെയ്യുന്നതിന് പരിധിയുണ്ടെന്നും മന്ത്രിയുടെ വീട്ടിൽ റീത്തുമായി എത്തിയത് ഗൌരവതരമായ സംഭവമാണെന്നും മന്ത്രി V ശിവൻകുട്ടി. ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ റീത്ത് പ്രതിഷേധത്തിലാണ് ശ്രീ V ശിവൻകുട്ടിയുടെ പ്രതികരണം. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ അതോറിറ്റി. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. പുറം ജോലികളിൽ ഏർപ്പെടുന്നവരും കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്നവരും ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണം. അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ K ഗോവിന്ദൻകുട്ടിയുടെ ഭൌതികദേഹം നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ പുളിയറക്കോണത്തെ വസതിയിലെത്തിക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 3 മണി വരെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ 3:30 ശാന്തി കവാടത്തിലാണ് സംസ്കാരം. പത്രപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ അദ്ദേഹം ആകാശവാണി, PIB, ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യ ടുഡേ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.